الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون اتقوا الله عباد الله أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. അർഹമർ റഹീമീനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മുഖറബീങ്ങളായ മലായികത്തുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്, പുത്രിമാരാണ് എന്ന് മുശ്രിക്കുകളും, ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ജൂതന്മാരും, മഹാനായ മസീഹ് ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ് എന്ന് ക്രൈസ്തവരും വിശ്വസിച്ചിരുന്നു, അവകാശപ്പെട്ടിരുന്നു. എന്നാൽ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന വിശ്വാസത്തെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഈ വിഷയത്തിലെ ഇസ്ലാമിന്റെ നിലപാട് എന്താണ് എന്നത് മുസ്ലിം എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും കൃത്യമാക്കി വെക്കേണ്ട, ഉറപ്പിച്ചു വെക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ ഒന്നാമതായി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ നിന്ന് ആരെയും മക്കളാക്കി വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ എല്ലാ വിധേനയും ഏകനാണ്, ഒരുവനാണ്. അവന് ഇണയോ തുണയോ ഇല്ല, അവന് സമമായി ഒരാളുമില്ല. വിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളാണ് ഈ വിഷയത്തിലുള്ളത്? 39-ാമത്തെ അധ്യായം സൂറത്തു സുമറിന്റെ 4-ാമത്തെ ആയത്തിൽ കാണാം, ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഒരു സന്താനത്തെ സ്വീകരിക്കണമെന്നത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവൻ സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവൻ ഇഷ്ടപ്പെടുന്നത് തന്നെ അവൻ തെരഞ്ഞെടുക്കുമായിരുന്നു. അള്ളാഹു എത്ര പരിശുദ്ധൻ! ഏകനും സർവാധിപതിയുമായ അള്ളാഹു അത്രയവൻ. ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ. ആ ഒരു വാചകത്തെ വിവരിക്കുന്നിടത്ത് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് പറഞ്ഞാൽ അൽ വാഹിദു ഫീ ദാതിഹി വഫീ അസ്മാഇഹി വഫീ സിഫാതിഹി വഫീ അഫ്ആലിഹി ഫലാ ശബീഹ ലഹു ഫീ ശൈഇൻ മിൻ ദാലിക വലാ മുമാഥിൽ ഫലൗ കാന ലഹു വലദുൻ ലഖതളാ അൻ യകൂന ശബീഹൻ ലഹു ഫീ വഹദതിഹി ലിഅന്നഹു ബഅദു വജുസുഉൻ മിൻഹു. ഏകനും സർവാധിപതിയുമായ അല്ലാഹു അത്രയവൻ എന്ന് പറഞ്ഞാൽ സത്തയിലും നാമത്തിലും വിശേഷണത്തിലുമെല്ലാം ഏകനായവൻ, ഒരേ ഒരുവൻ. അവന്റെ പ്രവർത്തനത്തിൽ അവന് തുല്യനാരുമില്ല, സമന്മാരുമില്ല. അവന് മകനുണ്ടായിരുന്നെങ്കിൽ അവൻ അള്ളാഹുവിന് സദൃശ്യമായി,
അപ്പോൾ അവൻ ഏകനായിരിക്കില്ല. കാരണം അത് അവനിൽ നിന്ന് തന്നെ ഉള്ളൊരു ഭാഗമാണ്. അവൻ ലോകത്തിന്റെ മുഴുവൻ അധിപതിയാണ്, മുഴുവൻ ലോകങ്ങളുടെയും. അവന് സന്താനമുണ്ടെങ്കിൽ അവന്റെ മേൽ പൂർണ്ണ ആധിപത്യം ഉണ്ടാവില്ല. അവന്റെ പിതാവിന്റെ മേൽ സ്വാധീനമുണ്ടായിരിക്കും. എപ്പോഴും പുത്രന് പിതാവിന്റെ മേൽ സ്വാധീനമുണ്ടായിരിക്കും. അതോടുകൂടി അള്ളാഹുവിന്റെ വഹദാനത്ത് പൊളിഞ്ഞു പോകുമെന്നത് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ മറ്റ് പല മഹാന്മാരും വ്യക്തമാക്കിയതാണ്. ഇവിടെ ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയുന്നത് തന്നെയാണ്. അള്ളാഹുവിന്റെ ഏകത്വവും അള്ളാഹുവിന്റെ ആധിപത്യവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഏകനാകുമ്പോൾ എല്ലാം അടക്കി ഭരിക്കുന്നവനായിരിക്കും. എല്ലാം അടക്കി ഭരിക്കുന്നവൻ ഏകനാവാതിരിക്കില്ല. അഥവാ അവൻ തീർത്തും ഏകനാണ് എന്നർത്ഥം. ഇത് അവനിൽ പങ്കു ചേർക്കപ്പെടുന്നതിനെയെല്ലാം നിരാകരിക്കുന്നു എന്നാണ് ഈ ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന ആയത്തിനെ വിവരിക്കുന്നിടത്ത് ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ മഹിതമായ മഹത്വത്തിനും പരമമായ പരിശുദ്ധതക്കും നിരക്കാത്തതാണ് ഈ വാദം. ഏത്? അള്ളാഹ്ക്ക് പുത്രനുണ്ട് അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പുത്രിമാരുണ്ട് എന്ന വാദം. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്ത് നിസാഇന്റെ 171-ാമത്തെ ആയത്തിൽ എന്താണെന്നറിയോ? അള്ളാഹ് പറയണത്, ഇന്നമല്ലാഹു ഇലാഹു വാഹിദ് സുബ്ഹാനഹു അൻ യകൂന ലഹു വലദ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വകഫാ ബില്ലാഹി വകീലാ. എത്ര കൃത്യമായിട്ടാണ് റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത്. അള്ളാഹു ഏക ആരാധ്യൻ, ഇലാഹ് മാത്രമാകുന്നു. ഏക ആരാധ്യൻ. തനിക്ക് ഒരു സന്താനമുണ്ടായിരിക്കുക എന്നതിൽ നിന്ന് അവൻ എത്രയോ പരിശുദ്ധനത്രേ. സുബ്ഹാന. ഈ പറയുന്നത് അബദ്ധമാണ്. ഈ പറയുന്നതും ചമച്ചുണ്ടാക്കുന്നതും പറഞ്ഞുണ്ടാക്കുന്നതും സങ്കല്പിച്ചുണ്ടാക്കുന്നതിൽ നിന്നുമെല്ലാം അള്ളാഹു പരിശുദ്ധനാണ്. സുബ്ഹാന. എന്നിട്ടോ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവന്റേതാകുന്നു. കൈകാര്യകർത്താവായി അള്ളാഹു തന്നെ മതിയാണ്. വിശുദ്ധ ഖുർആനിലെ 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 35-ാമത്തെ ആയത്തിലെത്തും അള്ളാഹു തആല പറയാണ്, മാ കാന ലില്ലാഹി അൻ യത്തഖിദ മിൻ വലദിൻ സുബ്ഹാനഹു. ഒരു സന്താനത്തെ സ്വീകരിക്കുക എന്നത് അള്ളാഹുവിനുണ്ടാകാവുന്നതല്ല. അവൻ എത്ര പരിശുദ്ധൻ. ഇവിടെ അള്ളാന്റെ പരിശുദ്ധി വ്യക്തമാക്കാണ് അള്ളാഹു തആല പിന്നെയും വിശുദ്ധ ഖുർആനിലൂടെ ലോകരെ പഠിപ്പിക്കുന്നത് അള്ളാഹ്ക്ക് പുത്രനുണ്ടാവില്ല, അള്ളാഹ്ക്ക് പുത്രിമാരുണ്ടാകില്ല എന്നാണ്. എത്രത്തോളം ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചായത് വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 116-117 ആയത്ത്. അവിടെ എന്താ? വഖാലു തഖദല്ലാഹു വലദ സുബ്ഹാന. അവർ പറയുന്നു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അവൻ എത്ര പരിശുദ്ധൻ. ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് കുല്ലു ലഹു ഖാനിതുൻ. അങ്ങനെയല്ല, ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അവന്റേതാകുന്നു, എല്ലാവരും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ പറയണം അല്ലാഹനെ കുറിച്ച്, ബദീഉസ് സമാവാതി വൽ അർദ് വഇദാ ഖദാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകുൻ. ആകാശങ്ങളെയും ഭൂമിയെയും മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനത്രയവൻ. അവനൊരു കാര്യം തീരുമാനിച്ചാൽ ഉണ്ടാകൂ, കുൻ ഫയകുൻ എന്ന് പറയുക മാത്രമേ വേണ്ടതുള്ളൂ, അപ്പോൾ അതുണ്ടാകുന്നു എന്നാണ്. സൂറത്തുൽ അൽ ബഖറ 116-117. പ്രിയമുള്ളവരെ, അള്ളാഹുവിന് സന്താനമുണ്ട്, പുത്രനുണ്ട് അല്ലെങ്കിൽ പുത്രിമാരുണ്ട് എന്ന വാദത്തിന്റെ പൊള്ളത്തരം വ്യക്തമാക്കുന്നു ഈ ആയത്തിൽ. ഈ ആയത്തിൽ പ്രധാനമായി കടന്നു വരുന്ന ചില കാര്യങ്ങൾ എന്തറിയോ? ഒന്ന്, അള്ളാഹു തആല ആയത്തിൽ പറയുന്നത് സുബ്ഹാന, അവൻ മഹാപരിശുദ്ധനാണ് എന്നാണ്. അള്ളാഹുവിന്റെ മഹിത മഹത്വത്തിനും അത്യുത്കൃഷ്ട നാമങ്ങൾക്കും മഹാത്മ്യങ്ങൾക്കും ഒട്ടും തന്നെ യോജിക്കാത്തതും അവന്റെ പരിശുദ്ധിയെ ഇടിച്ച് താഴ്ത്തി അവന്റെ സൃഷ്ടികളോട് സദൃശ്യപ്പെടുത്തുന്നതുമായ ഒരു വാദമാണ് അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ആക്ഷേപിക്കുന്ന മിക്ക സ്ഥലങ്ങളിലും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഉപയോഗിച്ച വാക്കാണ് സുബ്ഹാന. എവിടൊക്കെ പുത്രൻ ഉണ്ടെന്ന് പറയുന്നുണ്ട് അവിടൊക്കെ അള്ളാഹു ഉപയോഗിച്ചൊരു പദ സുബ്ഹാന. കാരണം എന്താ? സൃഷ്ടി ഗുണങ്ങളിൽ നിന്നെല്ലാം പരമപരിശുദ്ധനാണ് അല്ലാഹു തആല. അവന്റെ എല്ലാ ഉത്കൃഷ്ട ഗുണങ്ങളിലും പരിപൂർണനും പരമോന്നതനുമാണ് അവൻ. അവനെങ്ങനെ സൃഷ്ടികളെ പോലെ ആലോചിച്ചു. എന്നിരിക്കെ സൃഷ്ടികളെ പോലെ അവന് മക്കൾ ഉണ്ടാകുന്നത് എങ്ങനെ?
എന്നാണ് ഈ ആയത്തിൽ ചോദിക്കുന്നത്. സുബ്ഹാന, അത് അവൻ എത്ര പരിശുദ്ധനാണെന്ന്. രണ്ടാമത്തെ കാര്യം എന്തറിയോ? ലഹു മാഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാന്റേതാണെന്ന്. എല്ലാം അവൻ സൃഷ്ടിച്ചതാണ്, അവന്റെ ഉടമയിൽ. അതിന്റെ നിയന്ത്രണവും അധികാരവും ഒക്കെ നിലകൊള്ളുന്നത് അല്ലാഹുവിങ്കലാണ്. അതിലൊന്നും അവന് ഇണയോ തുണയോ സഹായികളോ പങ്കുകാരോ ഇല്ല. മഹാനായ ഈസാ നബിയോ ഉസൈർ നബിയോ മലായികത്തുകളോ അലൈഹിമുസ്സലാം എന്ന് വേണ്ട ഒരൊറ്റ വസ്തുവും ഇതിൽ നിന്നൊഴിവല്ല. തീർത്തും പുത്രവാദം അടിസ്ഥാനരഹിതമാണ് എന്നർത്ഥം. എന്നിരിക്കെ അവന്റെ സൃഷ്ടികളിൽ ചിലതെങ്ങനെ അവന്റെ സന്താനങ്ങളാകും? അല്ലാഹു തആല പറഞ്ഞതുപോലെ അന്നാ യകൂന ലഹു വലദുൻ വലം തകുൽ ലഹു സാഹിബ വഖലഖ കുല്ല ഷൈ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവൻ എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും? അവനൊരു കൂട്ടുകാരി ഇല്ലല്ലോ. മറ്റൊരിടത്ത് അല്ലാഹു പറഞ്ഞു മത്തഖദ സാഹിബതൻ വലാ വലദ, ഒരു കൂട്ടുകാരിയോ മകനോ ഇല്ലാത്തവനാണ് അവൻ. നോക്ക് നിങ്ങൾ, മകനില്ല, പുത്രനില്ല, പുത്രിയില്ല, അവനൊരു ഇണയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു പറഞ്ഞു. എത്രത്തോളം ഈ ആയത്തിൽ നമ്മൾ പഠിച്ച സൂറത്തു അൽ ബഖറയുടെ ആയത്തിൽ തന്നെ കാണാം, കുല്ലുൻ ലഹു ഖാനിതുൻ, എല്ലാവരും അവന് കീഴൊതുങ്ങിയവരാണ്. എത്ര അർത്ഥമുള്ള വാക്കാണത്! എല്ലാവരും അല്ലാഹു നിശ്ചയിച്ച നിയമവ്യവസ്ഥകൾക്കും പ്രകൃതി ചട്ടങ്ങൾക്കും അവന്റെ ഉദ്ദേശങ്ങൾക്കും വിധേയരാണ്. എന്നിരിക്കെ അവന്റെ സൃഷ്ടികളിൽ ചിലര് മാത്രം അതിൽ നിന്നൊഴിവായി അവന്റെ സന്തതി സ്ഥാനത്തേക്കും അവന്റെ തുല്യതയിലേക്കും എങ്ങനെ എത്തിച്ചേരുന്നു? ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന നാലാമത്തെ കാര്യം ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃക കൂടാതെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണവൻ. അതേ, മറ്റൊരു മാതൃകയില്ലാതെ ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് അവൻ ഈ ഭൂമിയെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചുണ്ടാക്കി. എല്ലാം അല്ലാഹു നിർമ്മിച്ചുണ്ടാക്കിയതല്ലാതെ അവനിൽ നിന്ന് ജനിച്ചതായി ഒന്നുമില്ല. അല്ലാഹു ആകട്ടെ മറ്റൊന്നിൽ നിന്ന് ജനിച്ചതുമല്ല. അല്ലാഹുവിന് തുല്യമായി മറ്റു വല്ലതുമുണ്ടോ? ഒന്നുമില്ല. അതാണ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു തആല അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല. അവൻ ഖാലിഖാണ്. അവനുള്ളത് മുഴുവനും മഖ്ലൂഖീങ്ങളാണ്. എല്ലാം അവന്റെ പടപ്പുകളാണ്. മാത്രമല്ല വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ആരുടെയും സന്തതിയായി അല്ലാഹു ജനിച്ചിട്ടില്ല. അവനൊരു പിതാവില്ല, ഒരു മാതാവില്ല, ഒരു ഇണയില്ല, ഒരു പുത്രനോ പുത്രിയോ ഇല്ല. ഉണ്ടായാലുള്ള പ്രശ്നം എന്താണ്? അവരെല്ലാം അവന്റെ ഉലൂഹിയത്തിൽ പങ്കാളികളാകുമായിരുന്നു. അതോടുകൂടി വഹ്ദാനിയത്ത് പൊളിയും, അല്ലാഹുവിന്റെ ഏകത്വം തകരും. സുബ്ഹാനല്ലാഹ്. ഇത്ര ഗൗരവമായിട്ടുള്ള വിഷയമാണെങ്കിൽ പോലും നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അത് വെറുതെ പറഞ്ഞ, ഇതെല്ലാം നമുക്ക് പലർക്കും അറിയണ ആയത്താണ് ഇതൊക്കെ. ഈ ലം യലിദ് വലം യൂലദ് എന്നത് നമ്മുടെ കൂട്ടത്തിൽ ഒരു 1.5-2 വയസ്സ് മുതൽക്കുള്ള ഏത് കുട്ടിയും മനപ്പാടമാക്കിയ വരികളാണ്. അല്ലാഹ്ക്കൊരു പുത്രനില്ല, അവൻ ആരുടെയും പുത്രനുമല്ല എന്നിരിക്കെ പിന്നെ എങ്ങനെ ഈ പുത്രവാദത്തിന്റെ ആഘോഷങ്ങളോട് നാം രാജിയാകും? പ്രിയമുള്ളവരെ, എത്ര ഗൗരവമുള്ള കാര്യമാണത്! പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന വാദത്തിന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് യാതൊരു തെളിവുമില്ല. റബ്ബ് പറയണ്ടേ എനിക്ക് പുത്രനുണ്ട് എന്ന്? അള്ളാഹ് പറഞ്ഞതെന്താ? എനിക്ക് പുത്രനില്ല എന്നാണ്. പിന്നെങ്ങനെ ഈ വാദത്തോട് നാം രാജിയാകും? പക്ഷെ അങ്ങനെ വാദിക്കുന്ന ആളുകളുടെ അവസ്ഥയെ കുറിച്ച് എന്താ അല്ലാഹ് പറഞ്ഞത്? അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്ന് വാദിക്കുന്നവരെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത്? ഖാലു ഇത്തഖദല്ലാഹു വലദ സുബ്ഹാനഹു ഹുവൽ ഗനി ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അല്ലാഹു തആല ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. അവൻ എത്ര പരിശുദ്ധൻ! അവൻ അല്ലാഹു പരാശ്രയമുക്തനത്രേ. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവന്റേതാകുന്നു. അവിടെയും അല്ലാഹു പറഞ്ഞത് എന്താ? അവൻ എത്ര പരിശുദ്ധനാണ്. അതുപോലെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറഞ്ഞ വാക്ക്, അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്ന വാക്ക് നമുക്കതൊരു വിഷയം തോന്നൂല. ഒരു പക്ഷേ ഈ ആധുനിക ലോകത്ത് ജീവിക്കണ എനിക്കും നിങ്ങൾക്കും അതൊരു വിഷയം തോന്നൂല. ഇടകലർന്ന് ജീവിക്കുന്ന നമുക്കതൊരു പ്രശ്നമായി തോന്നില്ല. എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്ന തലതിരിഞ്ഞ വാദമുള്ളവർക്കും അതൊരു പ്രശ്നമായി തോന്നില്ല. എന്ത്? അള്ളാഹ്ക്കൊരു പുത്രനുണ്ട്, ഉണ്ടോ ഇല്ലാതിരിക്കട്ടെ, നമുക്കിപ്പോ എന്താ?
എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് മുസ്ലിം സമൂഹത്തിലെ പലരും എത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ അപകടമാണ്. അള്ളാഹ്ക്ക് സന്താനം ഉണ്ട് എന്നുള്ള വാക്ക് ഏറെ ഗൗരവമുള്ളതും അള്ളാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കലുമാണ്, അപരാധം പറയലാണ്. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായം സൂറത്തുൽ അൽ-കഹ്ഫ് ഇന്ന് നമ്മൾ ഓതിപ്പോയതാണ്. അതിന്റെ 4-ാമത്തെ ആയത്തിൽ കാണാം വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം യഖൂലൂന ഇല്ലാ കദിബ. അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്ക് താക്കീത് നൽകുവാൻ വേണ്ടിയാകുന്നു. ഏത് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്തിനാണ്? അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയല്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞങ്ങൾ തയ്യാറല്ല. ഈ ഖുർആൻ അത്തരക്കാർക്ക് താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാന്റെ ഖുർആൻ. എന്നിട്ട് അള്ളാഹുവിന്റെ ഖുർആനുള്ള അള്ളാഹുവിന്റെ മസ്ജിദുകളിലേക്ക് പോലും ഈ ആഘോഷത്തെ കൊണ്ടുവരുന്നു. എന്തിന്റെ പേരിൽ? മതമൈത്രിയുടെ പേരിൽ. നഊദു ബില്ലാഹ്. അവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹ് പറയാൻ, ഈ പറയുന്നവർക്കാകട്ടെ അവരുടെ പിതാക്കൾക്കാകട്ടെ അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന വാക്ക് ഗുരുതരമായിരിക്കുന്നു. അവർ കള്ളമല്ലാതെ പറയുന്നില്ല. ഒന്നിത് കുഫറാണ്, ശിർക്കാണ്. രണ്ടാമത്തേത് കള്ളമാണ്. അള്ളാഹുവിന്റെ പേരിൽ ശിർക്ക് വെക്കൽ ഗൗരവമാണ്, കുഫർ വെക്കൽ ഗൗരവമാണ്. അള്ളാഹു പറയാത്തത് പറഞ്ഞുണ്ടാക്കലോ അതും ഗൗരവമാണ് എന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, അള്ളാഹു പറയുന്നതായി എന്ത്? ഖാലല്ലാഹു കദ്ദബനി ഇബ്നു ആദം വലം യകുൽ ലഹു ദാലിക് വശതമനി വലം യകുൽ ലഹു ദാലിക്. നബി പറയാണ്, അല്ലാഹു തആല പറയുന്നു, ആദമിന്റെ പുത്രൻ എന്നെ വ്യാജമാക്കി, എന്നെ കളവാക്കി. അവനത് പാടില്ലായിരുന്നു. അവൻ എന്നെ കുറിച്ച് പഴി പറഞ്ഞു, അതും അവന് പാടില്ലായിരുന്നു. ഫഅമ്മാ തക്ദീബുഹു ഇയ്യായ ഫസഅമ അന്നി ലാ അഖ്ദിറു അൻ ഉഈദഹു കമാ കാന. അവൻ എന്നെ കളവാക്കി എന്ന് പറഞ്ഞാൽ, അവൻ എന്നെ വ്യാജമാക്കി എന്ന് പറഞ്ഞത് അവന്റെ ഈ വാക്കാണ്. എന്ത്? എന്നെ ആദ്യം സൃഷ്ടിച്ചതുപോലെ അള്ളാഹു എന്നെ വീണ്ടും സൃഷ്ടിക്കില്ല തന്നെ എന്ന് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞത്, പൂർവികരിൽ പലരും പറഞ്ഞത്, ഇക്കാലഘട്ടത്തിലെ നിഷേധികൾ പറഞ്ഞത് ഒക്കെ നമുക്ക് തെളിവാണ്. അവൻ എന്നെ കളവാക്കി എന്നാണ്. ഇനിയോ വഅമ്മ ശതമഹു, എന്നെ പഴി പറഞ്ഞു, എന്നെ കുറിച്ച് പഴി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇയ്യായ വഅമ്മ ശതമുഹു ഇയ്യായ ഫഖൗലുഹു ലീ വലദുൻ ഫസുബ്ഹാനി അൻ അത്തഖിദ സാഹിബതൻ ഔ വലദ. എന്നെ കുറിച്ച് പഴി പറഞ്ഞത് എന്താ? എനിക്ക് സന്താനമുണ്ട് എന്നവൻ പറഞ്ഞതാണ്. അതെന്നെ കുറിച്ച് അവൻ പറഞ്ഞ പഴിയാണ്. ആദമിന്റെ പുത്രൻ ഒരു ഇണയെയോ സന്താനത്തെയോ സ്വീകരിക്കുന്നതിൽ നിന്ന് ഞാൻ മഹാപരിശുദ്ധനത്രേ. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ 4482 നമ്പർ ഹദീസ്. എനിക്ക് ഒരു പക്ഷേ ഇത് പറയുമ്പോൾ ഒരു തമാശയെ തോന്നുന്നു. എന്തറിയോ? നഊദു ബില്ലാഹ്. ഗൗരവമുള്ള ഒരു സദസ്സിൽ അള്ളാന്റെ കിതാബിലെ ഡസൻ കണക്കിന് ആയത്തുകൾ മുന്നിൽ കണ്ടിട്ടും ഒരു കുഴപ്പവും തോന്നാത്ത ഈ വൃത്തികേടുകളോട് സഹകരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാൻ, തമാശ തോന്നാൻ. എന്തേ ഇവർക്ക് സംഭവിച്ചു പോയത്? അള്ളാഹുവിന് സന്താനമുണ്ടെന്ന വാദം പറഞ്ഞ ആ വാദക്കാരുടെ വാദം കാരണത്താൽ റബ്ബുൽ ഇസ്സത്ത് അതിന്റെ ഗൗരവം നമുക്ക് പറഞ്ഞിരുന്നതറിയോ? ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറായിരിക്കുന്നു. ഒന്നും സംഭവിച്ചാലും കുഴപ്പമില്ല, എന്നാലും ഇരിക്കട്ടെ എന്റെ അവകാശം സാധന. ഇതൊക്കെ അല്ലാഹ് ഗൗരവമായിട്ട് പറയണം. ഈ വാക്ക് ഇത് അള്ളാഹ്ക്ക് പുത്രനുണ്ട് എന്ന വാചകം അവർ പറഞ്ഞതുമൂലം അതിന്റെ ഗൗരവം എന്താ? റബ്ബ് പറയാണ്, വഖാലു ഇത്തഖദർ റഹ്മാനു വലദ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. റഹ്മാനായുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയണത് അപ്രകാരം പറയുന്നവരോടാണ്, തീർച്ചയായും നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ഒരു കാര്യമാകുന്നു. ഈ വാദം ഇത് ഗുരുതരമാണ്. എന്താണ് അതിന്റെ ബൈ റിസൾട്ട് എന്താണെന്നറിയോ? അത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകും. അതേ, നിങ്ങൾ പറഞ്ഞത് കാരണം. എന്താ നിങ്ങൾ പറഞ്ഞത്? റഹ്മാനായുള്ളവന്, അള്ളാഹുവിന് സന്താനമുണ്ട് എന്നവർ വാദിച്ച നിമിത്തം. 19-ാം അധ്യായം സൂറത്ത് മറിയം 88 മുതൽ 91 വരെയുള്ള ആയത്ത്. ഈ ആയത്തിനെ വിവരിക്കുന്നിടത്ത് മഹാനായ മുഫസ്സിർ ഇമാം ബഗവി അദ്ദേഹത്തിന്റെ തഫ്സീർ വിവരിക്കാൻ, ഖാല ഇബ്നു അബ്ബാസ് വകഅബ് റളിയല്ലാഹു അൻഹും വറഹിമഹുമുല്ലാഹു റഹ്മതൻ വാസിഅ ഫസിഅത്തിസ് സമാവാതു വൽ അർദു വൽ ജിബാൽ വജമീഉൽ ഖലായിഖ ഇല്ല ثقلين وكادت أن تزول وغضبت الملائكة واستعرت جهنم حين قالوا اتخذ الله ولدا. ഈ വാക്ക് നമ്മൾ എപ്പോഴും കേൾക്കണതാ. എന്ത്? ആകാശം പൊട്ടിപ്പിളരും, ഭൂമി വിണ്ടുകീറും, പർവ്വതങ്ങൾ തകർന്നു വീഴും. എന്താ ഈ പറഞ്ഞാന്നറിയോ? അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞപ്പോൾ മനുഷ്യരും ജിന്നുകളും ഒഴികെ, തഖലൈൻ, ഈ രണ്ടു കൂട്ടരൊഴികെ, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ കുറിച്ച് പറയാൻ, ഈ രണ്ടു കൂട്ടരൊഴികെ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും മറ്റ് സർവ്വ സൃഷ്ടിജാലങ്ങളും അവ ഇല്ലാതായി പോകുമാറ് ഭയന്ന് വിറച്ചു എന്നാണ്. മലക്കുകൾ കോപാകുലരായി, നരകം കത്തിജ്വലിച്ചു. ഈ വാക്കാണ്. ഇതാണ് ഗൗരവമുള്ള വാക്ക്. ഇനി പറയൂ പ്രിയമുള്ളവരെ, എന്നിട്ടും നമുക്ക് ഈ പ്രവർത്തനത്തിന് ആശംസ നേരണോ? എന്നിട്ടും ഈ പ്രവൃത്തിയോട് രാജിയാകണോ? സ്വന്തം സ്ഥാപനങ്ങൾ ഈ പ്രവർത്തനത്തിന്റെ, ഈ വൃത്തികേടിന്റെ ഭാഗമായി അലങ്കരിക്കണമോ? സ്വന്തം സ്ഥാപനങ്ങളിൽ ഡിസ്കൗണ്ട് ഓഫറുകൾ പ്രഖ്യാപിക്കണമോ? തീരുമാനിക്കേണ്ടത് ഈമാനുള്ളവരാണ്. തീരുമാനിക്കേണ്ടത്. നടന്നാലിച്ചൊക്കെ എത്ര ഗൗരവമുള്ള വാക്കാണ്. എന്നിട്ട് റബ്ബ് പറഞ്ഞു, വമാ യംബഗീ ലിർറഹ്മാനി അൻ യത്തഖിദ വലദ. തൊട്ടായത്ത് അതിന്റെ താഴെ 92 19-ാം അധ്യായം. സന്താനത്തെ സ്വീകരിക്കുന്നത് റഹ്മാനായുള്ളവന് അനുയോജ്യമാവൂല. ഇൻ കുല്ലു മൻ ഫിസ് സമാവാതി വൽ അർദ് ഇല്ലാ ആതി റഹ്മാനി അബ്ദ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള ഏതൊരാളും ഒരടിമ എന്ന നിലയിൽ റഹ്മാനായുള്ളവന്റെ അടുത്ത് വരുന്നവർ മാത്രമായിരിക്കും. എത്ര സ്ഥലത്ത് പ്രിയമുള്ളവർ, എത്ര സ്ഥലത്ത്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തു അൽ മുഅ്മിനൂൻ 91-ാമത്തെ ആയത്തിൽ കാണാം, മത്തഖദല്ലാഹു മിൻ വലദിൻ വമാ കാന മഅഹു മിൻ ഇലാഹ്. അല്ലാഹു യാതൊരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല, അവനോടൊപ്പം യാതൊരു ഇലാഹും ഉണ്ടായിട്ടുമില്ല. ഇദല്ല ദഹബ കുല്ലു ഇലാഹിൻ ബിമാ ഖലഖ വലഅലാ ബഅദുഹും അലാ ബഅദ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഓരോ ഇലാഹും താൻ സൃഷ്ടിച്ചതുമായി പോയി കളയുകയും അവരിൽ ചിലർ മറ്റു ചിലരെ അടിച്ചമർത്തുകയും ചെയ്യുമായിരുന്നു. സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്നെല്ലാം അല്ലാഹു തആല എത്ര പരിശുദ്ധനാണെന്ന്, എത്ര ഗൗരവത്തിലാണെന്നറിയോ? വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണെന്നറിയോ ഈ സംഗതികൾ പറയുന്നത്? ഒരു വാക്കുകൂടി ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഞാൻ കേൾപ്പിക്കട്ടെ. എല്ലാ പുത്രവാദക്കാരോടും പറയുന്ന ഒരു മറുപടി, ഈ പുത്രവാദം ഉന്നയിക്കുന്നവരോട് പറയുന്ന മറുപടി, ഈ പുത്രവാദത്തെ ഇന്നും ഗൗരവത്തോടെ കാണാത്ത ആധുനിക മുസ്ലിമേ, നീ പഠിക്കേണ്ട ഒരു വിഷയം എന്താ? നിങ്ങള് വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം അതിന്റെ 81-ാമത്തെ ആയത്ത്, 81, 82, അതിൽ 81-ാമത്തെ ആയത്തില് അള്ളാന്റെ റസൂലിനെ കൊണ്ടുള്ള പറയിപ്പിക്കണം. നിങ്ങള് എന്താന്നറിയോ? ഖുൽ, നബി എവിടുന്ന് പറഞ്ഞു കൊടുക്കാം, ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ. നീ പറയുക നബിയെ, റഹ്മാനായുള്ളവന്, അള്ളാഹുവിന് സന്താനമുണ്ടായിരുന്നെങ്കിൽ എങ്കിൽ ഞാനായിരിക്കും, അഥവാ മുഹമ്മദ് ആയിരിക്കും ആ സന്താനത്തെ ആരാധിക്കുന്നവനിൽ ഒന്നാമൻ. അവിടെ എല്ലാ പുത്രവാദക്കാരുടെ വാദത്തിനുമുള്ള മറുപടിയാണത്.
കേട്ടോ. സുബ്ഹാന, അവിടെയും പറയാണ് സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർദ് റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. എന്നാൽ ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്, അർശിന്റെ റബ്ബ്, അവർ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് എത്രയോ പരിശുദ്ധനത്രയെന്ന എത്ര സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ ഈ പദം ഉപയോഗിച്ചു? എത്ര സ്ഥലത്ത്? ഈ പദത്തിൽ നിന്നും മുഴുവനും, ഈ വായത്തുകളിൽ നിന്നും മുഴുവനും മുസ്ലിമെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടാ എന്താണ്? അതിനോട് രാജിയാകണോ? അതല്ല, ആത്മാഭിമാനത്തോടുകൂടി ഇസ്സത്തോടുകൂടി അതിനോട് വിമുഖത കാണിക്കണോ എന്നതാണ്. മുസ്ലിമെ നമുക്ക് അതിനോട് വിമുഖത കാണിക്കാം. കാരണം എന്താ അറിയോ? അത് നമ്മുടെ ആദർശവുമായി യോജിക്കില്ല, ഒരിക്കലും വഹ്ദാനിയത്തുമായി അത് യോജിക്കില്ല. ശരി, അപ്പൊ നമ്മൾ പറയും നമ്മൾ ആ വിശ്വാസത്തോട് വിയോജിപ്പുണ്ടെങ്കിലും, ആ സമൂഹത്തോട് അത്തരത്തിലുള്ള വിയോജിപ്പുകൾ നമ്മൾ പ്രഖ്യാപിച്ചാലും മാനുഷികമായ പരിഗണനകളാകാമല്ലോ. അതേ മാനുഷികമായ പരിഗണനകളാകാം. അതേതൊരു സമൂഹത്തോടും വേണ്ടതാണ്. മനുഷ്യരോട് മാത്രമല്ല, പച്ചക്കരുള്ള ജീവിയോട് പോലും കാരുണ്യം കാണിക്കാൻ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആദർശം വേറെ, മാനുഷിക ബന്ധങ്ങൾ വേറെ തന്നെ മനസ്സിലാക്കണം. എല്ലാറ്റിനെയും ഈ വൃത്തികേടിലേക്ക് കൊണ്ടുവന്ന് ന്യായീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഉമ്മത്ത് മുസ്ലിമയിലെ പല ന്യായീകരണ തൊഴിലാളികളും വളർന്നിട്ടുണ്ട്. അതൊരു പക്ഷേ പല മതസംഘടനകളുടെയും കാര്യപ്പെട്ട ആളുകൾ പോലുമാണ്. നമ്മൾ ഒരിക്കലും അതിനെതിരല്ല എന്നൊരു മെസ്സേജ് ലോകരുടെ മുന്നിൽ നെഞ്ചുവിരിച്ച് പറയുന്നിടത്ത്, പ്രിയമുള്ളവരെ, അറിഞ്ഞും അറിയാതെയും ഷിർക്കിന്റെ ചളിക്കുണ്ടിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോയി തള്ളിയിടലാണ് അക്കൂട്ടർ ചെയ്യുന്നത്. വല്ലാഹുൽ മുസ്തഅൻ. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ഷിർക്കിനും നമ്മൾ എതിരാണ്. അതിൽ ഭൂരിപക്ഷ ഷിർക്ക്, ന്യൂനപക്ഷ ഷിർക്ക് എന്നൊന്നുമില്ല. അല്ലാഹു തആല ഇത്തരം സർവ്വ ഷിർക്കൻ കുഫ്റൻ വിശ്വാസങ്ങളിൽ നിന്നും അത്തരം ആചാരങ്ങളിൽ നിന്നും അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ നമ്മയും നമ്മുടെ അഹ്ലുകാരെയും അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പുത്രനല്ല. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആരാണ് മഹാനായ കലിമത്തുല്ലാഹി റൂഹുല്ലാഹി റസൂലുള്ളാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാം? ആരാണ് അദ്ദേഹം? വിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശമുണ്ട്. 20-ലധികം അല്ലെങ്കിൽ 24-ലധികം സ്ഥലങ്ങളിൽ. 61-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാചകത്തിൽ അദ്ദേഹം തന്നെ പറയുന്നതായി അല്ലാഹു തആല പറയാം. എന്താ അദ്ദേഹം പറയുന്നത്? وَإِذْ قَالَ عِيسَى ابْنُ مَرْيَمَ يَا بَنِي إِسْرَائِيلَ إِنِّي رَسُولُ اللَّهِ إِلَيْكُمْ مُصَدِّقًا لِمَا بَيْنَ يَدَيَّ مِنَ التَّوْرَاةِ ومبشرا برسول يأتي من بعد اسمه أحمد فلما جاءهم بالبينات قالوا هذا سحر مبين. മറിയമിന്റെ മകൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, ഇസ്രായേൽ സന്തതികളെ അദ്ദേഹം ബനു ഇസ്രായേലികളിലേക്ക് വിളിച്ചിട്ട് പറയാൻ, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ, റസൂലുള്ളാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനായിക്കൊണ്ടും എനിക്ക് ശേഷം വരുന്ന അഹ്മദ് അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നു പേരുള്ള ഒരു റസൂലിനെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിക്കൊണ്ടും നിങ്ങളിലേക്ക് അള്ളാഹുവിന്റെ റസൂലായി, ദൂതരായി, പ്രവാചകരായി നിയോഗിക്കപ്പെട്ടവനാകുന്നു ഞാൻ. എന്നിട്ട് അല്ലാഹു പറയാം, അങ്ങനെ അദ്ദേഹം വ്യക്തമായ തെളിവുകൾ കൊണ്ട് അവരടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് വ്യക്തമായ സിഹറാകുന്നു. വല്ലാഹുൽ മുസ്തഅൻ. അദ്ദേഹത്തെ കൊണ്ട് അള്ളാഹു തുറന്നു പറയിപ്പിക്കുകയാണ്. അദ്ദേഹം ആരാണ്? റസൂലാണെന്ന്. നബിയാണ്, റസൂലാണ്, തൗറാത്തിനെ സത്യപ്പെടുത്തുന്നവനാണ്. ശേഷം വരുന്ന മുഹമ്മദ് നബി എന്ന റസൂലിനെ, അഹ്മദ് എന്നു പേരുള്ള മുഹമ്മദ് നബിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നവരാണ്. അദ്ദേഹം ഒരിക്കലും ആരല്ല?
ആരല്ല? 100-ൽ 101% അദ്ദേഹം ആരല്ല? അള്ളാഹുവിന്റെ പുത്രനല്ല, അദ്ദേഹം റസൂലാണ്, അള്ളാഹുവിന്റെ അടിമയാണ്. അല്ലാഹു അക്ബർ. ഒരു പക്ഷെ നിങ്ങളാലേക്കും എന്തിനാണ് ഖത്തീബേ ഇതിപ്പോ നമ്മളോട് ഇങ്ങനെ പറയുന്നത്? നമുക്കാർക്കല്ലേ വ്യത്യാസം ഉണ്ടാവും? അഭിപ്രായ വ്യത്യാസമില്ലെങ്കിലും ഇപ്പോ നമ്മുടെ ചില നിലപാടുകൾ കണ്ടാൽ അദ്ദേഹം ദൈവത്തിന്റെ പുത്രൻ എന്ന് നാട്ടിൽ പറയണ അത് ശരിയാണോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയണം. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് മറ്റൊരിടത്ത് കാണാൻ ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ ഹുവൽ മസീഹു ഇബ്നു മറിയം, നിശ്ചയമായും അല്ലാഹു തന്നെയാണ് മറിയമിന്റെ മകൻ മസീഹ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വസിച്ചിരിക്കുന്നു. സൂറത്ത് മാഇദയിൽ വഖാലൽ മസീഹ്, മസീഹ് പറഞ്ഞു, ഈസ പറഞ്ഞു, യാ ബനി ഇസ്രായീൽ ഇഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും, അല്ലയോ ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബുമായ അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് മസീഹ് പറഞ്ഞു, നിശ്ചയമായും കാര്യം അള്ളാഹുവിനോട് ആരെങ്കിലും പങ്കുചേർക്കുന്ന പക്ഷം തീർച്ചയായും അവന്റെ പേരിൽ അള്ളാഹു താല സ്വർഗം അവന് ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹുവിൽ പങ്കുചേർത്തവന് സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, അവന്റെ സങ്കേതം നരകവുമായിരിക്കും, അക്രമികൾക്ക് സഹായികളായി ആരും ഇല്ല തന്നെ. ഇത് പറഞ്ഞിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് മുസ്ലിമേ, എന്നിട്ടും ഈ എങ്ങനെ ഈ പച്ച കുഫറിന് ആശംസ തരും? ഈ പച്ച കുഫറിന് നീ എങ്ങനെ ആശംസ തരും? ഈ പുത്രവാദം എന്ന് പറയുന്ന മഹാ അപകടത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ 1 ഡസനിലധികം ആയത്തുകളിൽ പിന്നെയും 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 ഇത് പൊട്ടത്തരമാണ്, പൊള്ളവാദമാണ്, പാടില്ല എന്ന് പറഞ്ഞ ഈ പുത്രവാദത്തിന്റെ ആഘോഷങ്ങളിൽ മുസ്ലിമേ നീ എങ്ങനെ പങ്കുചേരും? സുബ്ഹാനല്ലാഹ്. ഈ കളവ് സ്ഥാപിക്കാൻ, അള്ളാഹുവിന്റെ പേരിൽ പറഞ്ഞ് ഈ കളവ് സ്ഥാപിക്കാൻ നീ നിന്റെ സ്ഥാപനത്തിൽ എങ്ങനെ പരസ്യ ബോർഡ് വെക്കും? എങ്ങനെ നീ ഡിസ്കൗണ്ട് ഓഫറുകൾ പ്രഖ്യാപിക്കും? എങ്ങനെ മുസ്ലിം നിനക്കത് ചെയ്യാനാകുന്നു? ഈ പച്ച കുഫറിന്റെ പേരിൽ എത്രത്തോളം? ലഖദ് കഫറ അല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വസിച്ചിരിക്കുന്നു. വമാ മിൻ ഇലാഹിൻ ഇല്ലാ ഇലാഹുൻ വാഹിദ് വഇൻ ലം യൻതഹു അമ്മാ യഖൂലൂന ലയമസ്സന്ന അല്ലദീന കഫറു മിൻഹും അദാബുൻ അലീം. സൂറത്ത് മാഇദ 72, 73 ആയത്തുകൾ. അല്ലാഹു തആല മൂവരിൽ ഒരാളാണ്. തൃത്വം എന്ന് പറഞ്ഞവർ തീർച്ചയായും അവിശ്വസിച്ചിരിക്കുന്നു, അവർ അവിശ്വാസികളായിരിക്കുന്നതാണ്. ഏക ഇലാഹല്ലാതെ യാതൊരു ഇലാഹുമില്ല തന്നെ. അവർ ഈ പറയുന്ന ആളുകൾ അപ്പറയുന്നതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ അവരിൽ നിന്ന് അവിശ്വസിച്ചവർക്ക് വേദനയേറി ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇത് കുഫറാണ്. തൃത്വം എന്ന് പറയൽ കുഫറാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന വാദം കുഫറാണ്. പേർത്തും അല്ലാഹു തആല പറഞ്ഞു തരാണ്. എന്നിട്ടും ദീന് പൊളിഞ്ഞാലും സാരമില്ല, ഇസ്ലാം തകർന്നാലും കുഴപ്പമില്ല, മതമൈത്രി പുലരട്ടെ എന്നാണോ? വല്ലാഹുൽ മുസ്തആൻ. സ്ഥാപനങ്ങൾ വളരട്ടെ എന്നാണോ? വല്ലാഹുൽ മുസ്തആൻ. എവിടേക്കാണ് നീ ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഈ ആളുകളോടും വ്യത്യസ്ത നാമത്തിലും ശൈലിയിലും അവരനുഷ്ഠിക്കുന്ന ആഘോഷങ്ങളോടും മനസ്സാ വാചാ കർമ്മണ നാം ചാഞ്ഞു കൊടുത്താലോ? ഈ കുഫറിലേക്ക് നാം ചാഞ്ഞു കൊടുത്താൽ എന്താ പ്രശ്നം? എന്തേ ഇപ്പൊ അങ്ങനെ ആഘോഷിച്ചാൽ? എന്തേ പുൽക്കോടൊരുക്കിയാൽ? എന്തേ നക്ഷത്രങ്ങൾ തൂക്കിയിട്ടാൽ? എന്തേ ആ പ്രത്യേകമായ വസ്ത്രം ധരിച്ച് ആട്ടവും പാട്ടുമായി മുസ്ലിമിന്റെയും മുസ്ലിം അല്ലാത്തവന്റെയും വീടിന്റെ മുന്നിലൂടെ സഞ്ചരിച്ചാൽ? എന്നെ സ്കൂളിന്റെ മുന്നിലും നടുറോട്ടിലും ബസ് സ്റ്റാൻഡിലും ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് പ്രത്യേകമായ രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ട് അങ്ങനെ സഞ്ചരിച്ചാൽ എന്തേ എന്ന് ചോദിക്കുന്നവർ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. നാം അതിലേക്ക് ചാഞ്ഞു കൊടുത്താൽ, ആ കുപ്പായം ധരിച്ചാൽ, ആ കോലം കെട്ടിയാൽ, അല്ലാഹു തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുതിഉല്ലദീന കഫറു യറുദ്ദൂകും അലാ അഖാബികും ഫതൻഖലിബു ഖാസിരീൻ.
മുഅ്മിനുകളെ അല്ലാഹ് വിളിക്കാൻ, ഓ മുഅ്മിനുകളെ, സത്യനിഷേധികളെ, കുഫറിന്റെ വക്താക്കളെ, നിങ്ങൾ അനുസരിച്ചു പോയാൽ അവർ നിങ്ങളെ തിരിച്ചു പുറകോട്ട് കൊണ്ടുപോകും. അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരായി മാറിപ്പോകുന്നാൻ. എന്താ വാക്ക്? യറുദ്ദൂകും അലാ ആഖാബികും. അവര് നിങ്ങളെ പുറകോട്ട് തിരിച്ചു കൊണ്ടുപോകും. ഏതിലേക്ക്? ഐ ഇലൽ കുഫർ. നിങ്ങളെ കുഫറിലേക്ക് കൊണ്ടുപോകുന്ന. കാരണം അത് കുഫറാണ്, അത് കുഫറാണ്. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ, ഒരു തോരണം മുറ്റത്ത് തൂക്കിയതല്ലേ, നമ്മളെ വീട്ടിലുള്ള ബൾബിന്റെ മോളെ കൊണ്ടേ കവർ ചെയ്തതല്ലേ, ഒക്കെ ശരിയാണ്. അത് കുഫറാണ്, ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണ്, പാടില്ലാത്തതാണ്, നമ്മെ നശിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ റസൂലിനെ പിൻപറ്റുകയും ചെയ്തവരെ അള്ളാഹുവിനെ നിഷേധിച്ചവരായ യഹൂദരിലും നസാറാക്കളിലും മുശ്രിക്കുകളിലും പെട്ടവർ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴികേടുകളിൽ അവരെ നിങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചതിന് ശേഷം മുമ്പ് നിങ്ങൾ ഏതൊരു കോലത്തിലായിരുന്നോ നിഷേധികളായിരുന്നപ്പോഴുണ്ടാകുന്ന അവസ്ഥയിലേക്ക് അവർ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും. അവരാഗ്രഹിക്കുന്നത് നാം പഴച്ചു കാണാനാണ്. സൂറത്തിൽ ആയത്തിൽ അത് കാണാം, ആയത്തിൽ കാണാം. നിങ്ങൾ നശിച്ചു കാണാൻ അവരാഗ്രഹിക്കുന്നു. കാരണം എന്താ? നിങ്ങളോടുള്ള അസൂയയാൽ. അങ്ങനെ രണ്ട് ലോകത്ത് നിങ്ങൾ നഷ്ടക്കാരായി തീരും. ഈ ആയത്തിന്റെ തഫ്സീറായി അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാ പറയുന്നതറിയോ? യുഹദ്ദിറു തആല ഇബാദഹുൽ മുഅ്മിനീന അൻ ത്വാഅത്തിൽ കാഫിരീന വൽ മുനാഫിഖീൻ ഫഇന്ന ത്വാഅതഹും തൂരിസുർ റദാ ഫിദ് ദുനിയ വൽ ആഖിറ. കാഫിറുകളെയും മുനാഫിഖുകളെയും അനുസരിക്കുന്നതിനെതിരെ അള്ളാഹു തന്റെ മുഅ്മിനീങ്ങളായ ദാസന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നതാണ്. കാരണം എന്താ അറിയോ? അവരനുസരിക്കൽ ദുനിയാവിലും ആഖിറത്തിലും നാശമുണ്ടാക്കുന്നു, നഷ്ടമുണ്ടാക്കുന്നു എന്നാണ്. അള്ളാഹ് പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയമുള്ളവരെ. വലാ തർക്കനൂ, അള്ളാഹ് പറയാണ്, വലാ തർക്കനൂ ഇലല്ലദീന ളലമൂ ഫതമസ്സകുമുൻ നാർ وما لكم من دون الله من أولياء ثم لا تنصرون. അക്രമം പ്രവർത്തിച്ചവരുടെ പക്ഷത്തേക്ക് നിങ്ങൾ ചായരുത്. ഈ വാക്കുകൾ ശരിക്കും ശ്രദ്ധിക്കണം. വലാ തർക്കനു ഇലല്ലദീന ളലമു. ഇവിടെ എന്താ ളലമു എന്ന് പറഞ്ഞാൽ ഐ ശിർക്കാണ്. ശിർക്കിന്റെ ആളുകളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകരുത്. ശിർക്കിന്റെ ആളുകളോട് നിങ്ങൾ ചായരുത്, എങ്കിൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ്. നമ്മൾ ശിർക്കെന്ന് മാറിയെന്നാ പോരെ എന്ന് പറയും. സത്യത്തിൽ ചെയ്യണതൊക്കെ എന്താ? ശിർക്കുമായി ബന്ധപ്പെട്ടത്. ശിർക്കിന്റെ ആളുകളിൽ നിന്ന് അവരിലേക്ക് നിങ്ങൾ ചായരുതെന്നാണ്. എന്നാൽ നരകം നിങ്ങളെ സ്പർശിക്കും. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്ക് സഹായികളില്ല, രക്ഷാധികാരികളില്ല, പിന്നീട് നിങ്ങൾ സഹായിക്കപ്പെടില്ല. ഈ ആയത്തിന്റെ വിവരണത്തിൽ കാണാം, ഇവിടെ ചായരുത് എന്ന് പറഞ്ഞാൽ എന്തറിയോ? അഹദുഹാ, ഒന്നാമത്തതിന്റെ തഫ്സീർ ലാ തമീലൂനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാ, നിങ്ങൾ ചായരുത്. അത്താനി, രണ്ടാമത്തെ തഫ്സീർ ലാ തദ്നൂനാണ്. സുഫിയാനു സൗരി റഹിമഹുല്ലാഹ്, നീ വഴങ്ങി കൊടുക്കരുത്, കുഫറിന് നീ വഴങ്ങി കൊടുക്കരുത്. മറ്റൊരു മാന, നീ അതിന്റെ അടുത്തേക്ക് പോകരുത് എന്നാണ്, പോകരുത് എന്നാണ്. അത്താലിസു, മൂന്നാമത്തെ ഒരു തഫ്സീർ ലാ തർലൗ അഅമാലഹും ഖാലഹു അബുൽ ആലിയത്ത് റഹിമഹുല്ലാഹ്. അബുൽ ആലിയ റഹിമഹുല്ലാഹ് പറയാണ്, അവരുടെ അമലുകളിൽ നിങ്ങൾ തൃപ്തരാകരുത്. കുഫറിന്റെ അഹ്ലുകാരുടെ അമലുകളിൽ നിങ്ങൾ തൃപ്തരാകരുത്, അതിലേക്ക് ചായരുത്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഇവർ പറഞ്ഞത്, മുഹമ്മദേ, ഒരു കൊല്ലം നീ ആരാധിക്കുന്നതിന് ഞങ്ങൾ ആരാധിക്കാം, അടുത്ത കൊല്ലം എന്ത് ചെയ്തോ? ഞങ്ങൾ ആരാധിക്കുന്നതിന് നീയും ആരാധിച്ചോ. ആയത്തിറക്കി കൊടുത്തു, യാ അയ്യുഹൽ കാഫിറൂൻ ലേ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് പറഞ്ഞിട്ട് ലക്കും ദീനുക്കും വലിയ ദീൻ. എന്തേ മുസ്ലിം ഏത് പറഞ്ഞ? എന്തേ നിനക്ക് പറഞ്ഞ? തന്റെ ഇടം എവിടെ പോയി? നിന്റേത്, നിന്റെ വഖാർ എവിടെ പോയി? നിന്റെ ഗാംഭീര്യം എവിടെ പോയി? നിന്റെ മതത്തിലെ ജ്ഞാനം എവിടെ പോയി? നീ 2ാം ക്ലാസ് പഠിക്കുമ്പോ ഹിഫ്ലാക്കി വെച്ച ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന ആശയം എവിടെ പോയി? എന്താ തുറന്നു പറഞ്ഞ? എന്താ തുറന്നു പറഞ്ഞാൽ അള്ളാന്റെ സഹായം ഉണ്ടാവും. തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ഹിസ്യാണ് ഉണ്ടാവുക, ദുനിയാവിൽ നിന്ദ്യതയാണ് ഉണ്ടാവുക. ഞാൻ അവസാനിപ്പിക്കാൻ ഇതൊക്കെ പറയുമ്പോ ആളുകൾ പറയണെന്തറിയോ?
നാടിന്റെ സാഹചര്യം വളരെ മോശമാണ്, ഉമ്മത്ത് മുസ്ലിം രാജ്യത്ത് വളരെ പ്രയാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോണത്. ചങ്ങാതിമാരെ, എന്തൊരു പൊട്ടത്തരാണ് ഈ പറയണത്. ഇതിലും പ്രയാസകരമായ കാലഘട്ടങ്ങളിലൂടെ ഉമ്മത്ത് മുസ്ലിം കടന്നുപോയിട്ടുണ്ട്. നൂഹ് നബിയുടെ കാലത്ത്, ഇബ്രാഹിം നബിയുടെ കാലത്ത്, മൂസാ നബിയുടെ കാലത്ത്, ഈസാ നബിയുടെ കാലത്ത്, മുഹമ്മദ് നബിയുടെ കാലത്ത്. എന്നിട്ടോ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാന്റെ സഹായം അവർക്കുണ്ട്. അള്ളാന്റെ സഹായം വരുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും ഭൗതിക പാർട്ടികളിൽ നിന്നാണോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നാണോ? അള്ളാഹുവിൽ നിന്നല്ലേ അള്ളാന്റെ സഹായം വരിക. ആരെയാണ് അള്ളാഹു സഹായിക്കുക? അവന്റെ ആളുകളെയാണ് സഹായിക്കുക, തൗഹീദുള്ളവരെയാണ് സഹായിക്കുക. അത് അല്ലാഹു സൂറത്തുൻ നൂറിൽ വാഗ്ദാനം ചെയ്തതാണ്. ദീന് വിട്ടിട്ട് കളിക്കരുത്, തൗഹീദ് വിട്ടിട്ട് കളിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു വാക്ക്, ഭൂരിപക്ഷ ശിർക്ക് ആളുകൾക്ക് പ്രശ്നമല്ല, ന്യൂനപക്ഷ ശിർക്കേ പ്രശ്നമുള്ളൂ. ചില ആളുകൾ ഇപ്പോഴും പറയുന്നതറിയോ, വലിയ വലിയ പാർട്ടിക്കാരൊക്കെ ഇപ്പോഴും പറയണതറിയോ, നിങ്ങള് അത് ഒരു എന്താ പറയാ, പൊതുസമൂഹത്തോടുള്ള ഒരു ഐക്യപ്പെടൽ അതിലകത്തുണ്ട് എന്നാണ്. അല്ലാഹുൽ മുസ്തആൻ. ഏതിൽ? ഈ ശിർക്കിലോ, ഈ കുഫറിലോ? നിങ്ങളൊന്നാലോചിക്കും, ഈ ശിർക്കിലും കുഫറിലും പങ്കെടുക്കുന്നവരോട് ഈ വിനീതൻ, ഈ ഖത്തീബ് ചോദിക്കാനുള്ളത്, അങ്ങനെയാണെങ്കിൽ മറ്റു സമൂഹങ്ങളോടുള്ള ഐക്യം അത്ര പ്രധാനമാണെങ്കിൽ അതിലേറെ പ്രധാനമല്ലേ സാമുദായിക ഐക്യം? പല ചേരികളിലായി, പല മഹല്ലുകളിലായി ഭിന്നിച്ചു നിൽക്കുന്ന സാമുദായിക ഐക്യം പ്രധാനമല്ലേ? എങ്കിൽ നാളെ മുതൽ ബദരീങ്ങളെ ആണ്ടിന്റെ ചോറ് തെറ്റല്ലെന്ന് പറയുമോ? മൗലൂദിന്റെ ചോറ് തെറ്റല്ലെന്ന് പറയുമോ? ബിദ്അത്തായ സർവാഘോഷങ്ങളുടെയും ഭക്ഷണങ്ങൾ ഹലാലാണെന്ന് പറയുമോ? എന്താ ശിർക്കിന് ന്യൂനപക്ഷം, ഭൂരിപക്ഷം നോക്കിയിട്ടാണ് ശിർക്ക്? ശിർക്കെല്ലാം ശിർക്ക് തന്നെയാണ്. ഒറ്റ വാക്കേ പറയുള്ളൂ, ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ, നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ. ലാ നബ്തഇൽ ജാഹിലിൻ, ബുദ്ധികളെ, പൊട്ടന്മാരെ ഞങ്ങൾക്ക് ആവശ്യമല്ല. അല്ലാഹു തആല ബുദ്ധിമാന്മാരിൽ, മുവഹിദീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, ഇത്തിബാഉള്ളവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശിർക്കിന്റെ എല്ലാ ഇനങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തൗഹീദിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഏത് പ്രതിസന്ധിയിലും പതറാത്ത, ഇടറാത്ത ശരിയായ വഹ്ദാനിയത്തിന്റെ ആളുകളിൽ, മുവഹിദീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ കോണുകളിൽ പ്രയാസപ്പെടുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ഉമ്മത്ത് മുസ്ലിമ അല്ലാഹുർക്ക് ഇസ്സത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സിറിയയിലും ഫലസ്തീനിലും ഒക്കെ അല്ലാഹു അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നവിടെ പിടിച്ചടക്കപ്പെട്ട ആളുകൾ തീർത്തും ഖവാരിജിയത്തിന്റെ പിന്മുറക്കാരാണ്. അവരിൽ നിന്ന് അല്ലാഹു തആല നാടിനെയും മൊത്തത്തിൽ ഉമ്മത്ത് മുസ്ലിമയെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد. الله أكبر الله أكبر. أشهد أن لا إله